പ്രിയ സുഹൃത്തുക്കളെ, കൽബുർഗി അനുസ്മരണം നമ്മൾ കുറേ അധികം പല സ്ഥലങ്ങളിലായിട്ട് നടത്തിക്കഴിഞ്ഞ ആളുകളാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും മിനിമം ഒരു 2-3 കൽബുർഗി അനുസ്മരണങ്ങളിൽ പങ്കെടുത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ കൽബുർഗിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൽബുർഗി പ്രതിനിധാനം ചെയ്ത ആശയങ്ങളെക്കുറിച്ചും കൽബുർഗി മുന്നോട്ട് വെച്ച രീതികളെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കൽബുർഗി ശരിക്കും വർത്തമാന ഇന്ത്യയിൽ ഒരു പ്രതീകമാണ്. ഈ പ്രതീകം എങ്ങനെ ആണ് ഈ നമ്മൾ വളരെ ഭയത്തോടുകൂടി കാണുന്ന, ഇന്നോ നാളെയോ നമ്മൾ വരരുത് എന്നാഗ്രഹിക്കുന്ന, വളരെ ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്ന ഫാസിസം എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ പ്രതീകമായിട്ട് കൽബുർഗിയെ കാണാനാണ് ഞാൻ സത്യത്തിൽ എനിക്ക് ഇഷ്ടം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന ഈ കൽബുർഗി അനുസ്മരണങ്ങളിലെല്ലാം ഉണ്ടായൊരു സംഭവം എന്ന് വെച്ചാൽ, കൽബുർഗിയിൽ നിന്ന് വിട്ട് നമ്മൾ മറ്റ് പല വിഷയങ്ങളിലേക്കും പോയി. ഇപ്പോൾ ഈ ഇടയ്ക്ക് നവമാധ്യമങ്ങൾ, അതിലേക്ക് നമുക്ക് പറയാം. ഞാനൊരു ചെറിയ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഈ കൽബുർഗിയുടെ ഇതുമായിട്ട് ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാരണം, ലോകത്തിൽ ഈ വളരെ മനോഹരമായ ചില വാക്കുകൾക്കുള്ളിൽ എങ്ങനെയാണ്, ഞാൻ ഇന്ന് രാവിലെ ആലോചിച്ചാണ്, എങ്ങനെയാണ് ഏറ്റവും നീചമായ അർത്ഥങ്ങൾ വന്നുപെടുക എന്നുള്ള ഒരു വളരെ, എന്നെ സംബന്ധിച്ച് വളരെ ആലോചിച്ച് ഞാൻ വളരെ കൺഫ്യൂഷനായ ഒരാളാണ്. വളരെ മനോഹരമായ വാക്കുകളുണ്ട് ലോകത്തിൽ. ഇപ്പോൾ ഗാന്ധിജി പറഞ്ഞ സ്വാശ്രയം അല്ലെങ്കിൽ ഹർത്താൽ പോലുള്ള വളരെ മനോഹരമായ വാക്കിനകത്ത് വളരെ നീചമായ അർത്ഥങ്ങൾ വരികയും, ഫാഷിസം എന്ന ഒരു വാക്ക് അതിൻ്റെ ഒരു സൗന്ദര്യശാസ്ത്രപരമായിട്ട് അതിൻ്റെ ഘടനാപരമായിട്ട് ഉള്ളൊരു വാക്കിനകത്ത് എങ്ങനെയാണ് അതിന് ഇത്ര നീചമായൊരർത്ഥം വന്നത് എന്നുള്ളത് ഞാൻ വളരെ ഗൗരവത്തോടെ ആലോചിച്ച് നോക്കിയാണ്. എനിക്ക് ഉത്തരവൊന്നും കിട്ടിയില്ല, പക്ഷേ വളരെ ഗൗരവത്തോടെ ഞാൻ ആലോചിച്ച് നോക്കിയൊരു സാധനമാണ്. ഇപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ സാന്ദർഭികമായിട്ട് ഈ ഫാഷിസം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വിതയ്ക്കുന്നൊരു ഭയമുണ്ട്. ഈ ഭയത്തിൽ നിന്നാണ് എല്ലാവിധ സാമൂഹ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ MN വിജയമാഷ് വളരെ സന്ദർഭമായിട്ട് ഞാൻ പറയുകയാണ്, വിജയമാഷ് ഉപയോഗിച്ചൊരു സാധനം, ലോകത്തിൽ ഒരു രാജ്യത്തും നമ്മൾ ആക്രമണ മന്ത്രി ഉണ്ടാവാറില്ല എന്ന് വിജയമാഷ് ഒരിക്കൽ പറയണ്ടായി. ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും ഉള്ളത് പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ്. അതായത് നമ്മൾ ഒരിക്കലും ആക്രമിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിലും നമ്മളൊരു സ്ഥലത്തും ആക്രമണ വകുപ്പ് മന്ത്രിയെ നമ്മൾ വയ്ക്കാറില്ല. കാരണം പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ ജോലി ആക്രമിക്കുന്നില്ല. കാരണം നമ്മൾ ആക്രമിക്കുന്നതിന് പകരം നമ്മൾ പറയുന്നത് നമ്മൾ ഒരിക്കലും ആക്രമിക്കുന്നില്ല എന്നും നമ്മൾ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ആക്രമിക്കുക എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് എല്ലാ രാജ്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഫാസിസം അങ്ങനെയാണ്. എല്ലാ സമയത്തും നമ്മൾ ഇത്തരത്തിലൊരു ഭയം നമ്മളിൽ, അതായത് നിങ്ങളെ ആരോ ആക്രമിക്കാൻ വരുന്നു, അത് ചിലപ്പോൾ നമ്മൾ സ്ഥിരം പറയാറുള്ള പോലെ ചിലപ്പോൾ ജൂതന്മാരാവാം, ചിലപ്പോൾ മുസ്ലിംസ് ആവാം, നിങ്ങളെ ആരോ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെ കൃത്യമായൊരു ഭയം ഉണ്ടാക്കുകയും ഈ ഭയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുകയുമാണ് ഫാസിസം അതിൻ്റെ ഒരു പ്രത്യയശാസ്ത്ര അർത്ഥത്തിൽ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈയിടെ നടന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ദീപ ടീച്ചറിൻ്റെ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ പോലും വന്ന ഒരു വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലയാളി മധ്യവർഗത്തിൽപ്പെട്ട പലരും പറഞ്ഞൊരു കാര്യം, ദീപ ടീച്ചർ അതിനെതിരെ പ്രതികരിച്ചത് വളരെ നന്നായി എന്നും, എന്നാലും അവരൊരു ടീച്ചറല്ലേ അതൊക്കെ ചെയ്യേണ്ടിയിരുന്നോ എന്നും ചോദിച്ചിട്ടുള്ള ആളുകളെ ധാരാളം പേര് എനിക്കറിയാം. കാരണം ഞാൻ പറഞ്ഞ ഫാസിസത്തിൻ്റെ ഒരു മനഃശാസ്ത്രപരമായൊരു പ്രത്യേകത അതാണ്. നമ്മളെ എപ്പോഴും ഒരു സന്ദേഹത്തിൻ്റെ മുനയിൽ നിർത്താനും ഈ സന്ദേഹത്തെ അവർക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കാനും പറ്റുന്നു എന്നുള്ളതാണ് ഫാസിസത്തിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഈ ഫാസിസത്തിന് മുമ്പ് അലക്സാണ്ടർ ചക്രവർത്തിയൊക്കെ ഉള്ളൊരു സമയത്ത്, അലക്സാണ്ടർ ചക്രവർത്തി ഈ നമ്മുടെ മുന്നിൽ ഈ ലോകം പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ലോകം പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ, നമ്മളതിനെ സാമ്രാജ്യത്വം എന്ന് വിളിക്കും. ലോകം പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും നന്നായി എങ്ങനെ യുദ്ധം ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റവും നന്നായിട്ട് അമ്പ് വയ്ക്കുന്ന ആളാണ് ഏറ്റവും നല്ല വിദ്യാർത്ഥി. ഏറ്റവും നന്നായി ഈ കായികക്ഷമത പ്രദർശിപ്പിക്കുന്ന ആളാണ് ഏറ്റവും നല്ല വിദ്യാർത്ഥി. അതാണ് ഈ നമുക്ക് സാമ്രാജ്യത്വം നമുക്ക് പകർന്നു തന്ന രീതി. അപ്പോൾ ഈ സാമ്രാജ്യത്തിൽ നമ്മളിപ്പോൾ ഇപ്പോൾ കാണുന്ന ഫാസിസത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി റിഫൈൻ ചെയ്യപ്പെടുകയും നമ്മൾ വളരെ കൃത്യമായിട്ട് ഒരു ഗോത്രീയതയുടെ ഭാഗമാണെന്ന് വരുത്തുകയും അതിനെ നമുക്കൊരു പടച്ചട്ട ഉണ്ടാക്കുകയും ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കി എല്ലാത്തിനെയും മാറ്റി നിർത്തുകയും ഞാൻ ആദ്യം പറഞ്ഞ പ്രതിരോധ വകുപ്പിൻ്റെ ഒരു പ്രശ്നം അവിടെയാണ്. നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് മറ്റുള്ളവരെ ആക്രമിക്കാൻ ലൈസൻസ് ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു വർത്തമാന ഇന്ത്യയിൽ വളരെ പ്രസക്തമാണത്. അങ്ങനെയാണ് യോഗ, നമ്മളുടെ ഈ കേന്ദ്ര ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് യോഗ കൊണ്ടുവരുന്നത് പറയുന്നത് അവിടെയാണ്. ഞാൻ യോഗയെ കാണുന്ന ആ ഒരു തലത്തിലാണ്. ഈ മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എൻ്റെ അടുത്ത് പലരും ചോദിക്കണ്ടേ, മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു? എനിക്ക് വളരെ കൃത്യമായിട്ടൊരു ഉത്തരമുള്ളത്, മോഡി സർക്കാർ വന്നതിന് ശേഷം അവർ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട സാധനം ശരീരത്തെയും മനസ്സിനെയും രണ്ടാക്കുക എന്നുള്ളതാണ്.
ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ സ്ഥലത്തും വളരെ കൃത്യമായിട്ട് പറയുന്നത്. നിങ്ങൾ ഡ്രില്ലെന്ന് പറയുന്ന RSSകാർ ഉപയോഗിക്കുന്ന വളരെ കൃത്യമായൊരു വാക്കിലൂടെ വളരെ കൃത്യമായിട്ട് ഡ്രില്ല് ചെയ്യുക, വളരെ കൃത്യമായ ശാരീരിക വ്യായാമങ്ങൾ ചെയ്യുക. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പറഞ്ഞത് സർക്കാർ ഓഫീസുകളിൽ ജിംനേഷ്യം സ്ഥാപിക്കാൻ വേണ്ടി 50,000 രൂപ ധനസഹായം കൊടുക്കുമെന്ന് തന്നെ പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിയാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഡ്രില്ലാണ് ജീവിതത്തിൽ പ്രാധാന്യം എന്ന് വരികയും, ഇപ്പോൾ ഡ്രില്ലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കണ്ട് നിരന്തരം ഇപ്പോൾ RSSകാർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മറ്റിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ പിന്തുടരാൻ ശ്രമിക്കുന്ന പോലെ നിരന്തരം ഡ്രില്ല് ചെയ്തുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ മനുഷ്യനെ യന്ത്രമാക്കി എടുക്കാൻ പറ്റുമെന്ന് വളരെ മുമ്പ് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. യന്ത്രമാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ്, നമുക്ക് എന്തും ചെയ്യിക്കാം അവരെ കണ്ട്. യന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ, യന്ത്രത്തിന് മനസ്സില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തേക്ക് തിരിച്ചു വെച്ചു കൊടുത്താൽ വളരെ കൃത്യമായിട്ട് വെടിയുണ്ടകൾ പോകാനും അല്ലെങ്കിൽ ഒരു കത്ത് ചെയ്യുന്ന പോലെ വളരെ കൃത്യമായ സ്ഥലത്ത് എത്തിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് യന്ത്രത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ യന്ത്രമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു ട്രെയിനിങ് ഇന്ത്യൻ യുവത്വത്തിൻ്റെ മീതെ മൊത്തത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് വർത്തമാന ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ കുറേ കാര്യങ്ങൾ നമുക്ക് എടുത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്തെ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുകയും അതിനു മുമ്പ് എന്ത് വായിക്കണമെന്ന് തീരുമാനിക്കുകയും എന്ത് എഴുതണമെന്ന് തീരുമാനിക്കുകയും എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പോയിട്ട് ഇപ്പോൾ വന്ന് നിങ്ങൾ എന്ത് സംഗീതം കേൾക്കണമെന്ന് പോലും മറ്റുള്ളവർ തീരുമാനിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ ബീഫ് ഫെസ്റ്റിവലൊക്കെ നടത്തിയൊരു സമയത്ത് ആളുകൾ ചോദിച്ചു നിങ്ങളെന്താ ഇതിൽ, പക്ഷേ ബീഫൊക്കെ മാറിയിപ്പോൾ നിങ്ങൾ എന്ത് പാട്ട് കേൾക്കണം എന്ന് തീരുമാനിക്കാൻ പോലും വളരെ കൃത്യമായിട്ട് അജണ്ട നിശ്ചയിച്ചിട്ട് ആളുകൾ പറയുന്നുണ്ടെന്നാണ്. കാരണം സംഗീതം എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളൊരു സാധനമല്ലെന്നും അത് ഞാൻ ആദ്യം പറഞ്ഞ ഈ ഒരു മാസ് ഡ്രില്ലിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ വളരെ കൃത്യമായിട്ട് അച്ചടക്കത്തോടെ കൊണ്ടാനുള്ള ഒരു സാധനം മാത്രമാണെന്നാണ് നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പം ഇതാണ് വർത്തമാന ഇന്ത്യൻ അവസ്ഥ. ഇനി ഈ ഇടയ്ക്ക് നടന്ന നമ്മൾ ഈ പറയുന്ന ഈ ധാബോൽക്കർ, പൻസാരെ, ഗുൽബർഗി തൊട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പെരുമാൾ മുരുകൻ, അതുപോലെ തന്നെ ഇതുപോലെ എല്ലാ ആളുകളുടെയും ഒരു സംഭവം വർത്തമാനാവസ്ഥയിൽ എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായിട്ട് തരുന്നൊരു സൂചനയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം കൃത്യമായിട്ട് തരുന്നൊരു സൂചന ഈ നവോത്ഥാനത്തിന് ശേഷം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു സൂചന തന്നെയാണ്. നമ്മളെങ്ങും എത്തിയിട്ടില്ല എന്നുള്ളൊരു സൂചന തന്നെയാണ് തരുന്നത്. ഇന്ത്യ നമ്മൾ പറയുന്ന പോലെ ഇന്ത്യ ഇപ്പോഴും എവിടെയാണ് എന്നുള്ളതിൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പ് നമുക്ക് തന്നെ സ്വയം വിമർശനപരമായിട്ട് നോക്കാൻ പറ്റുന്ന രീതിയിൽ പുരോഗമന ആശയങ്ങളുടെ കാര്യത്തിൽ, നവോത്ഥാന ആശയങ്ങളുടെ കാര്യത്തിലും അത് സ്വീകരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള വളരെ കൃത്യമായൊരു സൂചന ഈ സംഭവങ്ങളെല്ലാം നമുക്ക് തരുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, എത്രയൊക്കെ പുരോഗമന നാട്യം നമ്മൾ നടത്തിയാലും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള കൃത്യമായ സൂചന തരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ട്, ഇതിനെതിരെ എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് നടന്ന സംഭവങ്ങളിൽ പോലും ഈ നവമാധ്യമങ്ങളൊക്കെ നടന്ന ചർച്ചയിൽ ഫാസിസത്തെ നമുക്ക് ഫാസിസം കൊണ്ട് തന്നെ പ്രതിരോധിക്കാൻ പറ്റുമോ എന്നുള്ളൊരു അടിസ്ഥാന ചോദ്യം പലരും ഉന്നയിച്ചൊരു ചോദ്യമാണ്. അക്രമത്തെ അക്രമം കൊണ്ട് തന്നെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഏത് രീതിയിൽ ഉയർത്തുന്ന ഒരു ചെറിയ പ്രതിരോധം പോലും ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് കാണുക എന്നുള്ളത്. അത് കാരണം അത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന, നമ്മൾ GDPയും GNP ഗ്രോത്ത് പറയുന്ന പോലെ തന്നെ രാജ്യത്തിൻ്റെ സാമൂഹ്യ വളർച്ചയെ കാണിക്കുന്ന കൃത്യമായൊരു സൂചകം തന്നെയാണ് നമ്മുടെ സൈഡിൽ നിന്നുള്ള ഓരോ പ്രതിരോധവും. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രതിരോധത്തിന് നമ്മൾ എല്ലാവരും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അവസാനമായിട്ട് ഈ ഒരു വളരെ ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മെഴുകുതിരി ഒരിക്കലും കത്തുന്നത് സ്വയം വെളിച്ചം കാണാനല്ല എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും മറ്റുള്ളവരിലേക്ക് വലിയൊരു ജ്വാലയായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൽബുർഗി അനുസ്മരണത്തിൽ കൽബുർഗിയെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല എങ്കിലും എല്ലാവർക്കും വേണ്ടി ഈ ഒരു സംഘടനയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ നടന്നിട്ടുള്ള മുഴുവൻ മരണങ്ങളിലും ഈ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ പെരുമാൾ മുരുകൻ്റെ ഭരണത്തിലും എല്ലാത്തിലും പെരുമാൾ മുരുകൻ്റെ എഴുത്തുകാരനെ ഞാൻ പ്രത്യേകം പറഞ്ഞു, എഴുത്തുകാരൻ എന്ന രീതിയിലുള്ള ഒരു അയാളുടെ എഴുത്തുകാരൻ്റെ ഭരണത്തിലും എല്ലാം അനുശോചനം അറിയിക്കുന്നു. നന്ദി.